ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ കണ്ണൂരിൽ നിന്ന് കൊല്ലത്തേക്കും കൊല്ലത്ത് നിന്ന് കണ്ണൂരിലേക്കും എത്തി. അപ്പോൾ ഞാൻ ആദ്യമായി പറയാം, എൻ്റെ യൂട്യൂബ് ചാനലായ എൻ്റെ ജീവിതവും ഇൻസ്റ്റാഗ്രാമും എൻ്റെ ജീവിതം, ഇത് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. അണ്ണാരക്കണ്ണനും തന്നാലാവുന്നത് പോലെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ അതിലിടാറുണ്ട്. നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റ് തരുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് തരുക. അത്രയേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് വന്നത്. എന്താ വിശേഷം എന്ന് വെച്ചാൽ, എന്താ വിശേഷം, കൊല്ലത്ത് ആനയടിപ്പൂരം. കൊല്ലം എന്ന് പറയുമ്പോൾ കൊല്ലം അങ്ങ് സൈഡിലെത്തണ്ട, ആലപ്പുഴ കൊല്ലത്തിൻ്റെ ബോർഡറാണ് വരിക. കായംകുളത്തിൽ നിന്ന് കിഴക്കോട്ട് കുറച്ച് ദൂരം ബസ്സിന് പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെത്താം. അതിന് മറന്നുവല്ല ആ പഞ്ചായത്തിൻ്റെ പേര്. ആ പഞ്ചായത്ത് പിന്നെ മാവേലിക്കര, മറന്നുപോയി. ഓർമ്മയുണ്ടേനു അതിൻ്റെ എന്ത് പഞ്ചായത്താണ്? മാവേലിക്കര വേറെ, ഇത് രണ്ട് സൈഡുണ്ട്. അത് മറന്നുപോയി കേട്ടോ. ആ പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും. ഇനി ചോദിക്കാൻ നിൽക്കണ്ടേ, ഇനി അടുത്ത കൊല്ലമേ ഉള്ളൂ ആനയടിപ്പൂരം. അപ്പം ആനയടിപ്പൂരം കാണാൻ പോയതാണ്. ഒരുപാട് ആനകളാ മക്കളെ, ഒരുപാട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. 1, 2, 5, 10, 20 ആനയല്ല, 50, 60 മേലെ ആനകളാണ് വരിയായി വരുന്നു. അതിൻ്റെ കൂടെ മറ്റുള്ള സംഭവങ്ങൾ, വാദ്യമേളങ്ങൾ, ഒന്നും പറയേണ്ട, ജനലക്ഷങ്ങൾ അവിടെ ഇവിടെയെല്ലായിട്ട് ഉത്സവപ്പറമ്പ് നിറഞ്ഞിരിക്കുകയാണ്. ഉത്സവപ്പറമ്പ് ആഘോഷത്തെ മുട്ടിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഇത്രയും ആനകൾ വന്ന് ആ മൈതാനിയിലും ആ ക്ഷേത്രം വലം വെക്കുന്ന ആനകൾ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ആന നല്ല അനുസരണ കുട്ടിയായി വരിയായിട്ട് പോകുന്നു. എന്തൊരു മനോഹര വാദ്യമേളങ്ങളും എന്നാ പറയേണ്ട ഉത്സവാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങളിങ്ങനെ ഒഴുകി വരുമെന്ന് ആന നരസിംഹദേവൻ്റെ അനുഗ്രഹത്തിനായി. അതിനുള്ള ഒരുപാട് കഥകളുണ്ട്. ഈ ഉത്സവം എന്താണ് ഇങ്ങനെ നടത്തപ്പെടാനുള്ള കാരണങ്ങൾ അല്ലേ, നമ്മൾ നൂറ്റാണ്ടുകൾ മുന്നേ അത് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതൊരു സംഭവമാണ്. ഇത് ലോക പ്രശസ്തമായ ഒരു പൂരമാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും അറിയപ്പെടേണ്ടതാണ് ഈ ആനയടിപ്പൂരം എന്താണെന്ന്. അപ്പം വളരെ സന്തോഷം നിറഞ്ഞ എനിക്ക് അവിടെ വന്നപ്പം ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഇതൊക്കെ കാണാൻ പറ്റുമോ എന്ന്. അത് വല്ലാത്തൊരു അനുഗ്രഹമായിപ്പോയി എനിക്ക്. അതിനെപ്പറ്റി എനിക്കെന്താ കൂടുതൽ പറയേണ്ടത് എന്നറിയില്ല. അത് പോയി കണ്ട് തന്നെ അനുഭവിക്കണം ആ ഒരു വ്യൂ. അപ്പം ഞാൻ ഒരുപാട് ആസ്വദിച്ച് വാദ്യമേളങ്ങളും കാഴ്ചകളും ആനച്ചന്തങ്ങളും ആനച്ചമയം, നെറ്റിപ്പട്ടം, പലതരത്തിലുള്ള ശബളമായ നെറ്റിപ്പട്ടങ്ങൾ, ഒന്നും പറയാനുള്ള പഞ്ചവാദ്യങ്ങളാണെങ്കിൽ അത് തകർത്ത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടി. ആ സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യൂ. ഇതേപോലെ പലതരം വെറൈറ്റി ഉത്സവങ്ങൾ നടക്കുന്നത് അവിടെ പോകാൻ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. നമ്മൾ ജീവിതം ആസ്വദിച്ചു കൊണ്ടേയിരിക്കുക, ആസ്വദിക്കണം ജീവിതം. അതാണ് എൻ്റെ ജീവിതം. നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതേ, നമ്മൾ നല്ലതിനെ മാത്രം കുറിച്ച് ചിന്തിക്കുക. നമുക്ക് നല്ലത് വരും, നല്ല കാര്യങ്ങൾ വരും. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരും മിസ്യൂസ് ചെയ്യാറ്, എല്ലാവരും പോവുക, വരിക, കാഴ്ചകൾ കാണുക, പോസിറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഇങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം, നല്ല കാര്യങ്ങൾ അല്ലേ. അപ്പം അതുപോലെ തന്നെ ഇനി അടുത്ത മാസം ഒന്ന് പോകണമെന്നുണ്ട്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് മടങ്ങുമ്പോൾ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. നോക്കാം. പിന്നെ വേറെ ഒരു സംഭവമുണ്ട്, ശാസ്താംകോട്ടയിൽ, അവിടെയെല്ലാം പോകണമെന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ. കൊല്ലം ഞാൻ ആ കൊല്ലത്തെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. കൊല്ലം എന്ന നാടിനെ, ശാസ്താംകോട്ടയിൽ. അതങ്ങനെയാണ്, ദൈവനിശ്ചയം അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം നമുക്ക് വീണ്ടും കാണാം. എൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ചെറിയ വീഡിയോസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ലൈക്ക് കമൻറ്റ് നിങ്ങൾ ഇഷ്ടമാണ് തരുന്നത്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.
അവൻ വരും കേട്ടോ. ഓക്കെ, മറക്കാതെ എൻ്റെ ജീവിതം ഒന്ന് സന്ദർശിക്കുക.